പിതാവായ ഏകദൈവത്തിൻ്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഏകനിത്യാത്മരക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്താലും അവിടുത്തെ തിരു രക്തത്താലും അവിടുത്തെ തിരു ശരീരത്താലും അവിടുന്ന് അയച്ചേക നിത്യസഹായനായ പരിശുദ്ധാത്മാവിനാലും ആമേൻ. സങ്കീർത്തനം 8. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. കർത്താവേ ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങയുടെ മഹത്വം ആകാശത്തിന്മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യൻ എന്തു മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രൻ എന്ത് അർഹതയാണുള്ളത്. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവൻ ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവുകളെയും സമുദ്രത്തിലുള്ള മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലത്തിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു അവിടുത്തെ ഏകപുത്രനും ഏകനിത്യാത്മരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്താലും അവിടുത്തെ തിരു രക്തത്താലും അവിടുത്തെ തിരു ശരീരത്താലും അവിടുന്ന് അയച്ച ഏകനിത്യസഹായകനായ പരിശുദ്ധാത്മാവിനാലും ആമേൻ.